ിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിനെതിരാവ് നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിന്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു വെമ്പനുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി നമ്മളെ ജയിൽ മോചിതരാക്കണമെന്നും കുറ്റവിമുക്തരാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി നമ്മളെ കുറ്റവിമുക്തരാക്കണമെന്നാണ് ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയണത്. അതറിയണമെങ്കിൽ അതിൻ്റെ ഒരു നിഴലാട്ടങ്ങൾ നമ്മുടെ നടപടി പുസ്തകം 17:30 കാണാം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇപ്പൊ അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം ഉണ്ടാകുന്ന ദൈവത്തെ അറിയാവുന്ന പറയണവനെ പറയുന്നില്ലേ. 1 Corinthians 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടതറിയുന്നില്ല. ഈ അറിവ് എപ്പോഴും വരണം. എങ്ങനെയാണെന്ന് അറിയാമോ? അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ദൈവം മനുഷ്യരൂപത്തിൽ അയച്ച ഒരു കാലഘട്ടമുണ്ട്. ക്രിസ്തു അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന് സുവിശേഷം വിളമ്പാൻ തുടങ്ങിയ കാലഘട്ടമുണ്ട്. അതാണ് ഒരു കാലഘട്ടം. അതൊക്കെ മുമ്പുള്ളതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോഴും ഇതിലൊരു സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അറിയാമെന്ന് വിചാരിക്കുന്നവൻ, അജ്ഞതയുടെ കാലഘട്ടം അറിയാത്ത കാലഘട്ടമാണല്ല. അപ്പൊ അറിയുന്നവര് അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറയുമ്പോ അറിയേണ്ട കാര്യം എന്താണെന്നുള്ള ഒരു വിഷയമില്ലേ. എന്താ അറിയേണ്ടത്? അറിയേണ്ട കാര്യം നിത്യജീവനെ കുറിച്ച് തന്നെയാണ്. അത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, ക്രിസ്തുവിലൂടെ ഉത്ഭുതമാകുന്ന വാത് തുറക്കപ്പെടുന്ന നിത്യതയുടെ കവാടത്തെ കുറിച്ചാണ് അറിയണത്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിവുണ്ടെന്ന് പറയുന്നവൻ അറിയേണ്ടത്